എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ദുർഗ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ വിനീത കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് നമ്മുടെ ദുർഗയും കിരണും കൂടെ പോവുകയാണ്. അങ്ങനെ അവിടുത്തെ വേലക്കാരിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പം വേലക്കാരിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. വേലക്കാരി തക്കതായിട്ട് കറക്റ്റ് മറുപടി ഒന്നും പറയത്തില്ല. അപ്പൊ ദുർഗ ചോദിക്കും വിനീതയുടെ അന്നത്തെ റൂമിലെ വേസ്റ്റ് ഒക്കെ എന്താ ചെയ്തതെന്ന് ചോദിക്കുക. അപ്പൊ ആദ്യം അവർ പെട്ടെന്ന് പറയും അതെല്ലാം അടിച്ചു വാരി കത്തിച്ചളഞ്ഞു. പെട്ടെന്ന് അവർ പറയും അയ്യോ അടിച്ചു വാരിയിട്ടൊന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതി പറയേ. പെട്ടെന്ന് ദുർഗയ്ക്ക് മനസ്സിലായി ഇവർ കള്ളം പറയുന്നതാണ്. അപ്പൊ പറയും ദുർഗ ഇവിടെ വിനീത എങ്ങനെയായിരുന്നു, അവള് നല്ല കുട്ടിയായിരുന്നൊക്കെ പറയും. ഇവിടെ ഇവർക്ക് അടുത്ത വീടുകളിലൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു ബന്ധം എന്ന് ചോദിക്കാം. അപ്പൊ അവർ വലിയ അടുപ്പവും ഇല്ല, വലിയ സഹകരണമൊന്നും ഇല്ല എന്നുള്ള രീതി പറയും. പക്ഷെ വിനീത എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു എന്ന് പറയും. ഈ വേസ്റ്റ് ഒക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അത് എവിടെ കത്തിക്കുന്നത്, കൂട്ടിയിടുന്നത് ചോദിക്കുക. ആഴ്ചയിലാണോ കത്തിക്കുന്നതെന്ന് ചോദിക്കുക. അത് അവിടെയാണെന്ന് പറയാം. എന്നാ പിന്നെ അത് കാണിച്ചു തരാൻ പറയും. അങ്ങനെ വേലക്കാരി അത് കാണിക്കുകയാണ്. അപ്പൊ ദുർഗയും കിരണും കൂടെ അവിടെ തപ്പി കുറെ പേപ്പർ കഷ്ണങ്ങളും കുറെ ഡയറി കുറിപ്പുകളും ഇങ്ങനെയൊക്കെ തപ്പിയെടുക്കുകയാണ്. അപ്പൊ ദുർഗ പറയും അപ്പൊ കിരൺ നമുക്ക് പോകാന്നും പറഞ്ഞ് തിരിഞ്ഞ് ദുർഗ അങ്ങ് പോകും. അപ്പൊ കിരണിന്റെ കണ്ണിൽ പെട്ടെന്ന് ആ മൊബൈലിന്റെ കുറെ ഭാഗങ്ങൾ കാണും. അങ്ങനെ പെട്ടെന്ന് കിരൺ ആ മൊബൈലിന്റെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ദുർഗ എന്ന് വിളിക്കുക. അപ്പൊ ദുർഗ തിരിച്ചു വരും. ഇത് കണ്ടോ എന്ന് ചോദിക്കുക. ഇത് മൊബൈൽ അല്ലേ എന്ന് ചോദിക്കുക. അങ്ങനെ ഈ മൊബൈൽ എല്ലായിട്ട് ഇവരുടെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അഖിൽ അത് വെച്ച് ഓഡിയോ ഒക്കെ ഇത് ചെയ്യണം. അപ്പൊ ഓഡിയോയിൽ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ റിക്കവർ ചെയ്യാണ്. അപ്പൊ വീഡിയോയിൽ ഈ വിനീത അവരുമായിട്ട് തർക്കിക്കുന്ന രംഗങ്ങളൊക്കെ വീഡിയോ സ്വയം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഇടയിൽ പിടിവലിയാവുന്നു. വിനീതയോട് പണവും ഒക്കെ ആവശ്യപ്പെടുന്നു. അപ്പം അപ്പൊ വിനീതയുടെ അമ്മായിയമ്മ പറയും നിന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നു. അപ്പൊ വിനീത പറയുന്നുണ്ട് എന്നെ കൊണ്ടുവിട്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ പോകുകയാണെങ്കിൽ എന്റെ വീട്ടുകാർ തന്നെ പൈസയും സ്വർണ്ണവും എല്ലാം എനിക്ക് തിരിച്ചു തരണം, അതെന്നാലേ പോകുള്ളൂ എന്ന് പറയും. അപ്പോഴാണ് ഈ പ്രകാശ് തിരിഞ്ഞു നോക്കുമ്പോൾ വീഡിയോ റെക്കോർഡ് ആകുന്ന മൊബൈലിൽ കാണുന്നത്. പെട്ടെന്ന് പ്രകാശ് അത് വലിച്ചെടുക്കുക. അങ്ങനെ വിനീതയും പ്രകാശും ഇട്ട് അടിയാ. അങ്ങനെ വിനീത അത് പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. ഇതൊക്കെ നമ്മുടെ മറഞ്ഞു നിന്ന് ആ വേലക്കാരി ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ഓടി പോവുകയാണ്. അപ്പൊ പ്രകാശിന്റെ അച്ഛൻ പറയും ഇവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, ഇത് നമുക്ക് തന്നെ പണിയാകുമെന്ന് പറയും. അതിന് അവൾ ഇവിടുന്ന് ജീവനോടെ പോയിട്ട് വേണ്ടേ പണിയാകാൻ എന്നുള്ള രീതിയിൽ പ്രകാശിന്റെ അമ്മ പറയേ. അങ്ങനത്തെ രംഗങ്ങളൊക്കെ കാണുമ്പോഴത്തേനും വിനോദിന് ആകെ ടെൻഷനാവും, പൊട്ടിക്കരയും. അപ്പൊ പെട്ടെന്ന് ദുർഗ രാഹുലിനോട് പറയും രാഹുൽ വിനോദിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു പറയും. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എല്ലാവരും ചോദിക്കും ഇത്രയും അധികം തെളിവുകൾ എന്ന് ചോദിക്കും. അപ്പൊ ദുർഗ പറയും ഇത് പോരാ തെളിവുകൾ, ഇനിയും തെളിവുകൾ വേണം, എങ്കിൽ മാത്രമേ അവരെ അകത്തിടാൻ പറ്റുകയുള്ളൂ, ഒരിക്കൽ പോലും. അപ്പൊ കിരൺ പറയും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഇതിന് പറ്റും, അവരെ ജാമത്തിൽ ഇറക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് അകത്തിടണം, അതാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ. ഇനി ഒരു പെണ്ണിനോടും ഒരുത്തരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് തെളിവുകൾ കണ്ടെത്തിയേ പറ്റുന്നുള്ളൂ. അപ്പൊ ദുർഗയും കിരണും കൂടെ അതിന്റെ ആ ഒരു ഇതിൽ അങ്ങ് നിൽക്കുകയാണ്. പിന്നീട് ഇവരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പൂർണ്ണിമ അകത്തിരിക്കുകയാണ്. അപ്പൊ പൂർണ്ണിമയ്ക്ക് നിങ്ങൾ എന്താ ബൈക്കിന്ന് ചോദിക്കുക. അത് ചേച്ചി ഞങ്ങള് വിനോദിന്റെ കൂടെയായിരുന്നു, കേസിന്റെ കാര്യങ്ങൾ അതൊക്കെ എന്തായെന്ന് ചോദിക്കും. ഇപ്പം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ചേച്ചി എന്ന് പറയാം. എന്തായാലും നിങ്ങൾ ചെയ്തത് നന്നായി, വിനോദിന്റെ കൂടെ വേറെ ആരും ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ചേച്ചി ഇത്ര വൈകിയെന്ന് പറയും. അപ്പം നമ്മുടെ മഹാദേവനും അങ്ങോട്ടേക്ക് വരുവേ. പെട്ടെന്ന് ചന്ദ്രമതിയും കൂടെ വരും. ചന്ദ്രമതി പറഞ്ഞത് ഈ പൂർണ്ണിമയും നിങ്ങളും കൂടെയാണ് ഇവർക്ക് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്, ഈ വീട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിന്നാൽ പോരെ, നിങ്ങൾ എന്തിനാ അതിലൊക്കെ ഇടപെടാൻ പോകുന്നത്. അപ്പം ദുർഗയും കിരണും ഒന്നും മിണ്ടത്തില്ല. അപ്പൊ പൂർണ്ണിമ പറയും എന്താ ചെറിയമ്മ ഈ പറയുന്നത്, അവരൊരു നല്ല കാര്യമല്ലേ ചെയ്തേ. അപ്പൊ മഹാദേവനും പറയാം അവർ നല്ല കാര്യമല്ലേ ചെയ്തത്, നീ എന്തിനാ അതിലൊക്കെ ഇടപെടാൻ പോകുന്നതെന്ന് പറയും. അപ്പൊ ദുർഗയോടും കിരണോടും പറയും, പൂർണ്ണിമ പറയും നിങ്ങൾ റൂമിലേക്ക് ചെല്ല്, പോയി റെസ്റ്റ് എടുക്കുന്ന പറയും. അങ്ങനെ അവർ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ പൂർണ്ണിമ പറയുന്നുണ്ട് പല്ലവി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കണ്ടോളാന്ന് ദുർഗയും കിരണും കൂടെ പറയണം. അങ്ങനെ ഇവർ റൂമിൽ ചെന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ പൂർണ്ണിമ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ രജിസ്റ്റർ മാരേന്റെ കാര്യം മറക്കണ്ടാന്ന്. അങ്ങനെ റൂമിൽ ചെന്നിട്ട് ഈ മൈക്കിരിക്കുന്ന ഇവർ ഓർക്കാതെ ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ എത്ര നാളാന്ന് പറഞ്ഞാൽ പൂർണ്ണിമേച്ചി പറ്റിക്കുന്നത്, നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നതാണെങ്കിൽ ഇതാകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പറയണം. അപ്പം നമ്മുടെ പൃഥ്വി ഇതെല്ലാം ഇരുന്ന് കേൾക്കുകയാണ്. അപ്പൊ പൃഥ്വി പറയുന്നത് നിന്നെയൊക്കെ ഇപ്പൊ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് പൃഥ്വി ആ റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേനും ഇയർഫോൺ താഴെ വീഴും, മോളിൽ നിന്ന് താഴേക്ക് വീഴും. അപ്പോഴാണ് പല്ലവി അതിലൂടെ നടന്നു പോകുന്നത്. അപ്പൊ പല്ലവിയുടെ കാല് തട്ടി ഇയർഫോൺ ഇങ്ങനെ കാണാം. അപ്പൊ പല്ലവി പെട്ടെന്ന് ചെയ്യും ഇതെന്താ ഇയർഫോൺ, അങ്ങനെ പെട്ടെന്ന് ചെവിയിൽ വെക്കുമ്പോൾ ദുർഗയുടെയും കിരണിന്റെയും സംസാരം ഇങ്ങനെ കേൾക്കുകയും പെട്ടെന്നാണ് പൂർണ്ണിമ പറയുന്നത് ചേച്ചി ഇത് കണ്ടോ ചേച്ചി എന്ന് ചോദിക്കുക. അപ്പൊ പൂർണ്ണിമയും വെച്ച് നോക്കും ദുർഗയുടെയും കിരണിന്റെയും സംസാരം. ഇതാരാണ് ഇവിടെ സ്പൈ വർക്ക് ചെയ്യുന്നത്, ഇത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, എല്ലാവരെയും വിളിക്കുന്നു പറയും. അങ്ങനെ ദുർഗ എല്ലാ വീട്ടുകാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടുവേ. അങ്ങനെ എല്ലാവരും വരും. എല്ലാവരും വരുന്ന സമയത്ത് പൂർണ്ണിമ ചോദിക്കും ഇവിടെ ആരാണ് ഈ സ്പൈ വർക്ക് ചെയ്യുന്നത് ചോദിക്കും. ദുർഗയുടെയും കിരണിന്റെയും റൂമിലാണ് ആരാണ് മൈക്ക് വെച്ചതെന്ന് ചോദിക്കുക. അപ്പൊ പൂർണ്ണിമ ആശുതോട് ചോദിക്കും നീയാണോ എന്ന് ചോദിക്കുക. അപ്പൊ ആശുത പറയും ഞാൻ എന്തിനു മൈക്ക് വെക്കണം, അവളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ, അവിടെ ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്നില്ല, പിന്നെ ഇതിൽ കൂടുതൽ എന്ത് കേൾക്കാനാന്ന് ചോദിക്കുക. ഇത് ആര് വെച്ചതായാലും ഇത് ശരിയല്ല എന്ന് പറയും. അങ്ങനെ എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ കൊടുക്കും. എന്നിട്ട് പൂർണ്ണിമ പറയും ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാനത് ക്ഷമിക്കുന്ന ആരായാലും. എന്നിട്ട് ദുർഗയും കിരണും പറയും ഇത് പ്രശ്നമാക്കണ്ട ചേച്ചി ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയും. അപ്പം പൂർണ്ണിമ എല്ലാവർക്കും വേണ്ടി പൂർണ്ണിമ അവരോട് സോറി പറയുകയാണ്. അപ്പൊ ദുർഗയും കിരണും പറയും സാരമില്ല ചേച്ചി എന്ന് പറയും.
അപ്പൊ പൃഥ്വിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് ഇതാകുന്നില്ല. അപ്പൊ പൃഥ്വി പെട്ടെന്ന് ചോദിക്കും, അതല്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞവര് തന്നെയാണോന്ന് ചോദിക്കുക. അപ്പൊ ദുർഗയും കിരണും ചോദിക്കും, നീ എന്താ ഈ വിളിച്ച് പറയുന്നത് ചോദിക്കുക. അപ്പൊ പൂർണിമയും ചോദിക്കും, അല്ല അപ്പൊ പെട്ടെന്ന് കിരൺ ഓർമ്മ വരും, ദൈവമേ ഇതിലൂടെ കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് വെച്ചതെന്ന് മനസ്സിലാവും, ഇനിയിപ്പോ എന്ത് ചെയ്യാനാന്ന് പറയും. നീ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം സംസാരിക്കുന്ന ദുർഗ പറയാം, അല്ലാതെ ചുമ്മാ ഞങ്ങളുടെ മേല് ഓരോന്ന് പറയരുതെന്ന് പറയാം. അപ്പൊ പൂർണിമയും പറയാം, അത് ശരിയായില്ല അങ്ങനെ പറഞ്ഞത്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം അതൊക്കെ സംസാരിക്കാന്ന് പറയും. അങ്ങനെ ഇവര് ദുർഗയ്ക്കും കിരണിനും എന്താ പറയാ ആ ഒരു ഇതിൽ നിന്ന് ഊരി പോരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുശേഷം പൂർണിമ പറയാ, നിങ്ങൾ ആ മൈക്ക് സെറ്റും കൂടി എടുത്ത് റൂമിൽ നിന്ന് മാറ്റിയേക്കാൻ പറയേ. അങ്ങനെ പൂർണിമ ദുർഗയും കിരണും കൂടെ റൂമിലേക്ക് പോവുകയാണ്. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.